الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടുകയും ദീനിനെക്കുറിച്ച് അല്പനേരം പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് അതൊരു ഇബാദത്താണ്. ദീൻ പഠിക്കുക എന്നത് തന്നെ ഇബാദത്താണ്. അതുകൊണ്ട് പള്ളിയിൽ വന്ന് ഇൽമു പഠിക്കുന്നതിന് പ്രത്യേകമായ പുണ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണാം. അവിടുന്ന് പറഞ്ഞു, മൻ ഗദാ ഇലാ മസ്ജിദിൻ ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു. ആരെങ്കിലും ഒരാൾ പള്ളിയിലേക്ക് പോയി, അവന്റെ ഉദ്ദേശം എന്തുമാത്രമാണ്? ഒരു നന്മ പഠിക്കണം, അതല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ റസൂലുള്ളാഹി പറയുന്നു, കാന ലഹു കഅജ്രി ഹാജ്ജിൻ തമ്മൻ ഹിജ്ജതുഹു. പരിപൂർണമായ ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലം അവന് രേഖപ്പെടുത്തുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പള്ളികളിലേക്ക് ഇൽമിന്റെ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഇത്തരത്തിലുള്ള നിയ്യത്തുകൾ കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, റുബ്ബ അമലിൻ സഗീരിൻ തുകഫിറുഹു നിയ്യ. എത്രയെത്ര ചെറിയ പ്രവർത്തനങ്ങളാണ് നിയ്യത്ത് അതിന്റെ പ്രതിഫലത്തെ വലുതാക്കി തീർക്കുന്നത്. ഒരു നിയ്യത്ത് വെക്കുന്നതോടുകൂടി അതിന്റെ പ്രതിഫലങ്ങൾ അള്ളാഹുവിന്റെ പക്കൽ ഇരട്ടികളായി നമുക്ക് ലഭിക്കുകയാണ്. വറുബ്ബ അമലിൻ കസീരിൻ തുസഗ്ഗിറുഹു നിയ്യ. എത്രയെത്ര ധാരാളം അമലുകളാണ് നിയ്യത്തില്ലാത്തത് കാരണം, നിയ്യത്ത് മോശമായത് കാരണം അതിന്റെ പ്രതിഫലത്തെ കുറച്ചു കളഞ്ഞത് എന്ന് സലഫുകൾ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് പള്ളിയിൽ വന്ന് ഇൽമ് അന്വേഷിക്കുക, ഇൽമ് പഠിക്കുക എന്നത് അത് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകം പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് നാം ഓർമ്മിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതിഫലങ്ങൾ നമ്മുടെ മനസ്സിൽ കരുതുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അവസാനമായി സംസാരിച്ചത് നമസ്കരിക്കുന്ന വ്യക്തികൾ അവരുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. അവരുടെ വസ്ത്രം ഇടുങ്ങിയതാകാൻ പാടില്ല, അത് ഔറത്ത് മറഞ്ഞതായിരിക്കണം, അതിൻ്റെ ഉൾഭാഗം നമുക്ക് കാണാൻ പാടില്ല, നേർത്ത വസ്ത്രങ്ങളാകരുത്. അതുപോലെ പള്ളിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, ഭംഗി അലങ്കാരം സ്വീകരിക്കണം. അതിൻ്റെ കൂടെ പണ്ഡിതന്മാർ ചേർത്ത് പറഞ്ഞൊരു കാര്യമാണ് നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ട് നമസ്കരിക്കുക എന്നുള്ളത്. അത് വിലക്കപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാർ ഫഫിന്നാർ. നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം അത് നരകത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് അത് നമസ്കാരത്തിലും അല്ലാത്ത സന്ദർഭത്തിലും അത് ഹറാമാണ്, വിലക്കപ്പെട്ട കാര്യമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ. 3 വിഭാഗം ആളുകളുണ്ട്, അവരോട് നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം. അള്ളാഹു അവരിലേക്ക് നോക്കുകയില്ല, റഹ്മത്തിന്റെ നോട്ടം അവർക്ക് ലഭിക്കുകയില്ല, അതുപോലെ അവരെ സംസ്കരിക്കുകയില്ല. വലഹും അദാബുൻ അലീം. അവർക്ക് കഠിനമേറിയ ശിക്ഷയുണ്ട്, വേദനയേറിയ ശിക്ഷയുണ്ട്. ഏതാണ് ആ 3 വിഭാഗം ആളുകൾ? ഒന്നാമത്തേത് അൽ മന്നാനുല്ലദി ലാ യുഅതി ശൈഅൻ ഇല്ലാ മന്നഹു. ചെയ്ത ഉപകാരം എടുത്തു പറയുന്ന ആളുകൾ. ഒരു ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടാകും മറ്റുള്ളവർക്ക്, അതിങ്ങനെ എടുത്തു പറയുക, അതെടുത്തു പറഞ്ഞുകൊണ്ട് അവനെ ഉപദ്രവിക്കുക, അവനെ ബുദ്ധിമുട്ടിക്കുക, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ വഷളാക്കുക. ഉദാഹരണമായി ഒരാളെ സഹായിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക, എന്നിട്ട് ആളുകളൊക്കെ കൂടിയ ഒരു സദസ്സിൽ വെച്ചിട്ട് അവനെ അവഹേളിക്കുന്നതിന് വേണ്ടി ഞാൻ ഇന്ന പൈസയൊക്കെ തന്ന് നിന്നെ സഹായിച്ചിട്ടില്ലേ എന്നൊക്കെ അവൻ ചെയ്ത ഉപകാരങ്ങൾ അതിങ്ങനെ എടുത്തു പറഞ്ഞ് മറ്റുള്ളവരെ ഉപദ്രവിക്കുക. അങ്ങനെ എടുത്തു പറയുന്നവൻ, അതാണ് ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെ വിഭാഗം അൽ മുനഫിഖു സിൽഅതഹു ബിൽ ഹലിഫിൽ ഫാജിർ. കള്ളസത്യം ചെയ്തുകൊണ്ട് തന്റെ കച്ചവട ചരക്കുകൾ വിൽക്കുന്നവൻ. അവനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവനെ സംസ്കരിക്കുകയോ അവനിലേക്ക് നോക്കുകയോ സംസാരിക്കുകയില്ല.
മൂന്നാമത് റസൂലുള്ളാഹി പറയുന്നു വൽ മുസ്ബിലു ഇസാറഹു, നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചഴക്കുന്നവർ, അവരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലാണ് പെരുമാറുക. പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ പറയുകയാണ്, ഈ 3 വിഭാഗം ആളുകളെ അള്ളാഹു ഒരുമിച്ചാണ് ഈ ഹദീസിൽ നമ്മെ അറിയിച്ചത്. കാരണം എന്താണ്? ഈ 3 ആളുകൾക്കും ഒരു പൊതു സ്വഭാവമുണ്ട്. എന്താണ്? ഇഹ്തിഖാറുൽ ഗൈർ, മറ്റുള്ളവരെ അവഗണിക്കുക, അവരെ തരം താഴ്ത്തി കാണുക. അതുപോലെ തന്നെ ഈസാറുൻ നഫ്സ്, സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. ഈ ഒരു സ്വഭാവം, ഈ പൊതു സ്വഭാവം ഈ 3 വിഭാഗം ആളുകളിലും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഹദീസിൽ അവരെ ഒരുമിച്ച് പറഞ്ഞത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കപ്പെടുകയാണ്. ഒരു വ്യക്തി നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് അവൻ നമസ്കരിച്ചാൽ അവന്റെ നമസ്കാരം അത് ശരിയാണോ, സഹീഹാണോ? ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ആദ്യമായി പറയുന്നത് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് അത് ഹറാമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച ഒരു വ്യക്തി നമസ്കരിച്ചാൽ ചില പണ്ഡിതന്മാർ എന്ത് പറഞ്ഞിട്ടുണ്ട്? അവന്റെ നമസ്കാരം അത് ശരിയാണ്, പക്ഷേ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചു എന്നതിന്റെ പാപം, അതിന്റെ കുറ്റം അല്ലാഹു അവന് രേഖപ്പെടുത്തുന്നതാണ്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അവന്റെ നമസ്കാരം ശരിയല്ല, കാരണം അവൻ ഔറത്ത് മറച്ചിരിക്കുന്നത് ഹറാമായ വസ്ത്രം കൊണ്ടാണ്. നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം അത് ഹറാമാണ്. അങ്ങനെ ഹറാമായ വസ്ത്രം കൊണ്ട് ഔറത്ത് മറച്ചവന്റെ നമസ്കാരം അതെന്താവുകയില്ല, അത് സ്വീകരിക്കപ്പെടുകയില്ല. കാരണം നമസ്കാരം സ്വീകരിക്കാനുള്ള നിബന്ധനയാണ് വസ്ത്രം അത് ഹലാലായ വസ്ത്രമായിരിക്കണം, മുബാഹായ വസ്ത്രമായിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് പണ്ഡിതന്മാർ അത്തരത്തിൽ വളരെ കണിശമായി സൂചിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യം നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തതായി പണ്ഡിതന്മാർ പറയുന്നു, അദമു സിയാനത്തിൽ മസ്ജിദി അനിൽ അഖ്ദാരി വൻ നജാസാത്ത്, പള്ളികൾ അത് മാലിന്യത്തിൽ നിന്നും നജസ്സുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കാതിരിക്കുക, പള്ളിയുടെ വൃത്തി കാത്തു സൂക്ഷിക്കാതിരിക്കുക, ഇത് പള്ളിയിൽ വരുന്ന ആളുകളിൽ സംഭവിക്കുന്ന തെറ്റുകളാണ്. പണ്ഡിതന്മാർ പറയുകയാണ്, ചില ആളുകൾ അവരുടെ നഖം മുറിച്ചിടും, അതുപോലെ തുപ്പലം, അതുപോലെ അവരുടെ താടിരോമങ്ങൾ, വസ്ത്രത്തിലുള്ള നജസ്സുകൾ, ഇതൊക്കെ പള്ളിയിൽ നമസ്കരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ പള്ളികളിൽ ഇടുന്ന ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം, അൽ ബുസാഖു ഫിൽ മസ്ജിദി ഖതീഅത്തുൻ, പള്ളിയിൽ തുപ്പുക എന്നുള്ളത് അതൊരു തിന്മയാണ്, അതൊരു തെറ്റാണ്. വകഫാറതുഹാ ദഫ്നുഹാ, അതിനുള്ള പ്രായശ്ചിത്തം എന്താണ്? അത് മണ്ണിട്ട് കൊണ്ട് അതിനെ മൂടുക. പണ്ട് കാലങ്ങളിൽ മണ്ണായിരുന്നു. അപ്പോൾ പള്ളിയിൽ നമ്മിൽ നിന്ന് വല്ലതും പറ്റിപ്പോവുകയാണെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം അതെടുത്ത് കളയുക, അത് വൃത്തിയാക്കുക എന്നുള്ളതാണ്. കാരണം പള്ളി എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭവനമാണ്. അവിടെ അള്ളാഹുവിന്റെ ദിക്റുകൾ പാരായണം ചെയ്യപ്പെടുന്ന സ്ഥലമാണ്. അതുപോലെ മറ്റ് നമസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ പള്ളിയിൽ ഒരു മാലിന്യം ഇട്ടു, നമ്മുടെ വായയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ, അതൊക്കെ പള്ളിയിൽ ഒരു ഭാഗത്ത് നമ്മൾ ഇട്ടു എന്ന് വിചാരിക്കുക. അത് അവിടെ സുജൂദ് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ അത് കാണണമെന്നില്ല, അവർക്കത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമസ്കരിക്കാൻ വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, ശല്യമുണ്ടാക്കുക എന്നുള്ളത് അത് വിലക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ പള്ളികളിൽ മാലിന്യം ഇടുക എന്നുള്ളതും ഇസ്ലാമിൽ വിലക്കപ്പെട്ട കാര്യമാണ്. ഹദീസിൽ നമുക്ക് കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്സറ നുഖാമതൻ ഫീ ഖിബ്ലത്തിൽ മസ്ജിദ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയുടെ ഖിബ്ലയിൽ അവിടെ തുപ്പലമോ അതല്ലെങ്കിൽ മൂക്കിൽ നിന്ന് വരുന്ന അവശിഷ്ടമോ അതൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിബ്ലയുടെ ഭാഗത്ത് കണ്ടു. അങ്ങനെ ഫഹക്കഹ ബിഹസാത്തിൻ, എന്നിട്ട് റസൂലുള്ളാഹി ഒരു കല്ലെടുത്തുകൊണ്ട് അത് വൃത്തിയാക്കി, അത് നീക്കം ചെയ്തു. എന്നിട്ട് ثم نهى أن يبصق الرجل بين يديه أو عن يمينه, എന്നിട്ട് റസൂലുള്ളാഹി അവിടുന്ന് വിലക്കുകയാണ്, നമസ്കാരത്തിൽ ഒരു വ്യക്തി അവന് ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല, മുൻപിലേക്ക് തുപ്പാൻ പാടില്ല, അതുപോലെ വലതുവശത്തേക്ക് തുപ്പാൻ പാടില്ല. വലാകിൻ അൻ യസാരിഹി ഔ തഹ്ത ഖദമിഹി യുസ്റ, അതല്ലെങ്കിൽ അവന് തുപ്പണം എന്നുണ്ടെങ്കിൽ ഇടതു ഭാഗത്തേക്ക് തുപ്പുക, അതല്ലെങ്കിൽ അവന്റെ കാൽപാദത്തിന്റെ അടിയിലേക്ക്, ഇടത് കാൽപാദത്തിന്റെ അടിയിലേക്ക് അവൻ തുപ്പുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് അയാൾക്ക് നമസ്കാരത്തിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ പുറത്തു വരികയാണെങ്കിൽ കയ്യിൽ ടിഷ്യൂ പേപ്പറോ ടവലോ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിലേക്ക് തുപ്പിയതിന് ശേഷം അത് നമ്മുടെ കീശയിൽ കരുതാം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള പള്ളികൾ അത് കാർപ്പറ്റുകൾ വിരിക്കപ്പെട്ട പള്ളികളാണ്, അതുകൊണ്ട് അവിടെ നിലത്ത് തുപ്പരുത് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞതായി കാണാം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറയുകയാണ്, അവിടുന്ന് പറഞ്ഞു, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നത്തഖിദൽ മസാജിദ ഫീ ദിയാരിനാ വഅമറനാ അൻ നുനദ്ദിഫഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് കൽപ്പിച്ചു, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു പള്ളി ഉണ്ടാക്കണം, അഥവാ വീട്ടിൽ നമസ്കരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം തയ്യാറാക്കി വെക്കുക എന്നുള്ളത് അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ പള്ളി ഉണ്ടാക്കുവാനും അത് വൃത്തിയോടുകൂടി കാത്തു സൂക്ഷിക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു എന്ന് അവിടുന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു കറുത്ത സ്ത്രീ. അതാണ് ഹദീസിൽ നമുക്ക് കാണാം, ഇംറഅതൻ സൗദാ. അങ്ങനെ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കാണാതായി, അവരെ അന്വേഷിച്ചു. ആ സന്ദർഭത്തിൽ സ്വഹാബത്ത് റസൂലിനോട് പറഞ്ഞു, ഇന്നഹാ മാതത്, അവർ മരണപ്പെട്ടിട്ടുണ്ട്, ആ സ്ത്രീ മരണപ്പെട്ടു പോയിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഫഹല്ല ആദൻതുമൂനി, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ അറിയിക്കാതിരുന്നത്? അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീയുടെ ഖബറിന്റെ അരികിലേക്ക് പോവുകയും അവർക്ക് വേണ്ടി നമസ്കരിക്കുകയും ചെയ്തു. ഈ ഹദീസിന്റെ മറ്റു റിവായത്തിൽ കാണാം, സഹാബത്തൊക്കെ അത് ഒരു പള്ളി വൃത്തിയാക്കുന്ന ഒരു സ്ത്രീയല്ലേ എന്ന നിലയ്ക്ക് അവരുടെ വിഷയം അത്ര ഗൗരവത്തിലെടുത്തില്ല. അതുകൊണ്ട് റസൂലിനെ അവർ അറിയിച്ചില്ല. അതുപോലെ ആ സ്ത്രീ മരണപ്പെട്ടത് രാത്രിയായിരുന്നു. റസൂലിന്റെ ഉറക്കം ശല്യപ്പെടുത്തരുത് എന്ന ധാരണയിൽ അവർ റസൂലിനെ അത് അറിയിച്ചില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ അന്വേഷിക്കുകയും അവർക്ക് വേണ്ടി നമസ്കരിക്കുകയും ചെയ്തു. ഈ ഹദീസിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പള്ളി വൃത്തിയാക്കുക എന്നുള്ളത് അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പള്ളിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ, അത്തരത്തിലുള്ള നജസുകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന സംഭവമാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പള്ളിയിൽ ഇരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരു അറാബി വന്നു, ഫഖാമ യബൂലു ഫിൽ മസ്ജിദ്. അങ്ങനെ അദ്ദേഹം പള്ളിയുടെ ഒരു ഭാഗത്ത് പോയി അദ്ദേഹം മൂത്രിക്കുകയാണ്. ആ സമയത്ത് സഹാബത്ത് അദ്ദേഹത്തെ എതിർക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ എതിർക്കേണ്ടതില്ല, അദ്ദേഹം ആ മൂത്രിക്കുന്നതിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു കഴിയട്ടെ. അങ്ങനെ അദ്ദേഹം മുഴുവനായും മൂത്രിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറയുകയാണ്, ഇന്ന ഹാദിഹിൽ മസാജിദ് ലാ തസ്ലുഹു ലിശൈഇൻ മിൻ ഹാദൽ ബൗലി വലൽ ഖദർ. പള്ളി എന്നുള്ളത് അത് മൂത്രിക്കുവാനോ കാഷ്ടിക്കുവാനോ അങ്ങനെയുള്ള മാലിന്യങ്ങൾക്ക് യോജിച്ച സ്ഥലമല്ല. മറിച്ച് ഇന്നമാ ഹിയ ലിദിക്രില്ലാഹ് വസ്സലാ വഖിറാഅത്തുൽ ഖുർആൻ, അത് അല്ലാഹുവിനെ ദിക്ർ ചെയ്യുവാൻ, നമസ്കരിക്കുവാൻ, അതുപോലെ ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുവാൻ, അതിനൊക്കെയുള്ള സ്ഥലമാണ് പള്ളി എന്ന് അദ്ദേഹത്തെ മാന്യമായ രീതിയിൽ അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് സഹാബത്തിനോട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ കൽപ്പിക്കുകയും അദ്ദേഹം എവിടെയാണോ മൂത്രിച്ചത് അവിടെ ആ വെള്ളം ഒഴിക്കുകയും ചെയ്തു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയുന്നതാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉരിദത് അലയ്യ അഅമാലു ഉമ്മതി ഹസനുഹാ വസയ്യിഉഹാ. എൻ്റെ ഉമ്മത്തിന്റെ അവരുടെ കർമ്മങ്ങൾ അതെനിക്ക് കാണിക്കപ്പെട്ടു, അതിൽ നന്മയുണ്ട്, അതുപോലെ അത് അവർ ചെയ്ത തെറ്റുകളുമുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഫവജദ്തു ഫീ മഹാസിനി അഅമാലിഹാ, അവർ ചെയ്ത നല്ല അമലുകൾ അതിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു അമലാണ് അൽ അദാ യുമാതു അനി ത്വരീഖ്, അവർ വഴിയിൽ നിന്നൊരു തടസ്സം നീക്കി. അത് ഒരു നന്മയുടെ, അവർ ചെയ്ത ഒരു നന്മയുടെ പ്രവർത്തനമായി ഞാൻ അവിടെ കാണുകയുണ്ടായി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വവജദ്തു ഫീ മസാവിഇ അഅമാലിഹാ, അവർ ചെയ്ത തെറ്റുകൾ, തിന്മകളുടെ മോശമായ തെറ്റുകൾ, അതിന്റെ കൂട്ടത്തിൽ ഞാൻ കണ്ടു അൻനുഖാഅത തകൂനു ഫിൽ മസ്ജിദി ലാ തുദ്ഫൻ, അവർ പള്ളിയിൽ തുപ്പിയിട്ട അവരുടെ തുപ്പലവും അതുപോലെ അവരുടെ മൂക്കിൽ നിന്ന് വരുന്ന കഫവും, ഇതൊക്കെ ഞാൻ അവരുടെ തിന്മകളുടെ ഏടുകളിൽ ആ പ്രവർത്തനത്തിൽ ഞാൻ കാണുകയുണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകൾ, നമസ്കാരത്തിന് വരുന്നവർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തതായി പണ്ഡിതന്മാർ പറയുന്നു, അൽ ഇൻകാറു അലാ മൻ യുസല്ലി ഫീ നഅലൈഹി, ചെരുപ്പിട്ട് നമസ്കരിക്കുന്ന ആളുകളെ വിലക്കുന്നവരുണ്ട്. അത് തെറ്റാണ്. കാരണം ഇസ്ലാമിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാം പുറത്ത് എവിടെയെങ്കിലും ആണെന്ന് വിചാരിക്കുക, നമസ്കരിക്കുന്നത് ഒരു മണൽ പ്രദേശത്താണ്, അതല്ലെങ്കിൽ മുറ്റത്താണ് എന്ന് വിചാരിക്കുക. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമസ്കരിക്കുവാൻ നാം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാലിഫുൽ യഹൂദ്,
നിങ്ങൾ യഹൂദികളോട് നിങ്ങൾ എന്താക്കണം? അവരോട് വേറിട്ട് നിൽക്കണം, അവരോട് എതിരാകണം. ഫഇന്നഹും ലാ യുസല്ലൂന ഫീ നിആലിഹിം, കാരണം അവർ അവരുടെ ചെരുപ്പുകളിൽ നമസ്കരിക്കാത്തവരാണ്. അതുകൊണ്ട് നിങ്ങൾ ചെരുപ്പിട്ട് നമസ്കരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെരുപ്പിന്റെ അടിയിൽ നജസില്ല എന്ന് നമുക്ക് ബോധ്യമാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എന്താക്കാം? ചെരുപ്പിട്ട് നമസ്കരിക്കാം. പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന പള്ളികൾ അത് സഫുകൾ എങ്ങനെയാണ്? കാർപ്പറ്റുകൾ കൊണ്ട് വിരിക്കപ്പെട്ടതാണ്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ചെരുപ്പിട്ട് വരാൻ പാടില്ല. കാരണം ആ പള്ളി അത് വൃത്തികേടാകും. എന്നാൽ മണലിൽ വെച്ച് നമസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു കാര്യം അവർക്ക് നടപ്പിലാക്കാവുന്നതാണ്. അതിനെ എതിർക്കേണ്ടതില്ല. അടുത്തതായി പണ്ഡിതന്മാർ പറയുന്നു, തഅമ്മുദു തഅഖീരി സ്വലാത്തി ഹത്താ യഖ്റുജ വഖ്തുഹാ. ഫർള് നമസ്കാരങ്ങൾ അതിന്റെ സമയം കഴിയുന്ന ആ സമയം വൈകിപ്പിക്കുക, മനഃപൂർവ്വം അതിന്റെ സമയം വൈകിപ്പിക്കുക എന്നുള്ളത് അത് നമസ്കരിക്കുന്ന ആളുകളിൽ കണ്ടുവരുന്ന ഒരു തെറ്റായിക്കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് അത് ഹറാമായ കാര്യമാണ്. ഒരു വ്യക്തി അദ്ദേഹം ളുഹ്റിന്റെ സമയം അത് മനഃപൂർവ്വം ആ സമയം കഴിയുന്നത് വരെ അത് വൈകിപ്പിക്കുക എന്നുള്ളത് അത് ഹറാമാണ്. ചില പണ്ഡിതന്മാർ അത് വൻ പാപത്തിന്റെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഫവൈലുൽ ലിൽ മുസല്ലീൻ. നമസ്കരിക്കുന്ന ആളുകൾക്ക് അവർക്ക് വൈലുൻ, അവർക്ക് നരകമുണ്ട്, അതല്ലെങ്കിൽ നരകത്തിലെ ഒരു താഴ്വരയുണ്ട്, അവർക്ക് നാശമുണ്ട്. ആരാണവർ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവരവരുടെ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്-സഅദി അദ്ദേഹം ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുകയാണ്, ഐ മുദയ്യിഊന ലഹാ, ആ നമസ്കാരം ഒഴിവാക്കുന്ന ആളുകൾ, താരികൂന ലിവഖ്തിഹ, ആ നമസ്കാരത്തിന്റെ സമയം അതിനെ ഉപേക്ഷിക്കുന്ന ആളുകൾ, മുഫവ്വിതൂന ലി അർക്കാനിഹ, നമസ്കാരത്തിന്റെ റുക്നുകൾ അത് ഒഴിവാക്കുന്ന ആളുകൾ, പാഴാക്കുന്നവർ. ഇങ്ങനെ നമസ്കാരം ഒഴിവാക്കുന്ന ആളുകൾ അവർക്കാണ് നാശം എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വസ്സഹ്വു അനിസ്സല, നമസ്കാരത്തിൽ നിന്നും അശ്രദ്ധ കാണിക്കുക, അല്ലെങ്കിൽ നമസ്കാരത്തെക്കുറിച്ച് ശ്രദ്ധിക്കാതിരിക്കുക, അതാണ് വിലക്കപ്പെട്ട കാര്യം. എന്നാൽ നമസ്കാരത്തിൽ മറവി സംഭവിക്കുക എന്നുള്ളത് അത് വിലക്കപ്പെട്ടതല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അവിടുന്ന് നമസ്കാരത്തിൽ മറവി സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ നമസ്കാരത്തിൽ നിന്ന് അശ്രദ്ധ കാണിക്കുന്ന ആളുകൾ, അതിന്റെ സമയത്തെക്കുറിച്ച് അതിന്റെ വക്തിനെ കുറിച്ച് ശ്രദ്ധയില്ലാതെ ആ സമയം കഴിയുന്നത് വരെ മനഃപൂർവ്വം അതിനെ പാഴാക്കുന്ന ആളുകൾ, നമസ്കാരത്തിന്റെ റുക്നുകൾ നഷ്ടപ്പെടുത്തുന്നവർ, അവർക്ക് നാശമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. മറ്റൊരായത്തിൽ കാണാം, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അമ്പിയാക്കന്മാർക്ക് ശേഷം അവരുടെ സ്ഥാനത്ത് അവരുടെ പിൻതലമുറക്കാർ വരുന്നതാണ്. അവരെങ്ങനെയുള്ളവരാണ്? അദാഉസ് സ്വലാത വത്തബഉശ് ശഹവാത്, അവർ നമസ്കാരം പാഴാക്കുകയും അവരുടെ തന്നിഷ്ടങ്ങളെ അവർ പിന്തുടരുകയും ചെയ്തു. അത് കാരണമായി ഫസൗഫ യൽഖൗന ഗയ്യ, അവർ ഗയ്യിനെ കണ്ടെത്തുന്നതാണ്. എന്താണ് ഗയ്യ് എന്ന് പറഞ്ഞാൽ? മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വാദിൻ ഫി ജഹന്നം, നരകത്തിലുള്ള ഒരു താഴ്വരയാണ്. ബഈദുൽ ഖഅരി ഖബീസുത് തഅമി, അങ്ങേയറ്റം ആഴമുള്ള വൃത്തികെട്ട ഗന്ധം വമിക്കുന്ന ഒരു താഴ്വരയാണ് അൽ ഗയ്യ് എന്ന് പറയുന്നത്. ആ താഴ്വരയിൽ അവർ പ്രവേശിക്കുന്നതാണ് എന്നാണ് അതിന്റെ ഉദ്ദേശം. ഇവിടെ നോക്കൂ, എന്താണ് പറഞ്ഞത്? അദാഉസ് സ്വലാത്ത്, നമസ്കാരം പാഴാക്കുക. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അദാഉസ് സ്വലാത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമസ്കാരം പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ അഭിപ്രായം എന്താണ്? ഇന്നമാ അദാഉ അൽ മവാഖീത്, നമസ്കാരത്തിന്റെ സമയത്തെ പാഴാക്കുന്നവർ. അപ്പോൾ ഓരോ നമസ്കാരത്തിനും അതിൻ്റെതായ സമയമുണ്ട്, അതിന്റെ തുടക്കവുമുണ്ട് അവസാനവുമുണ്ട്. ആ സമയത്ത് തന്നെ നാം അത് നിർവഹിക്കേണ്ടതുണ്ട്. അത് മനഃപൂർവ്വം ആ സമയം വൈകിപ്പിക്കുക, പിന്തിപ്പിക്കുക എന്നുള്ളത് അത് വലിയ പാപമായിക്കൊണ്ട്, ഹറാമായിക്കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അടുത്തതായി പറയുന്നു, തർക്കു ഹുദൂരിൽ ജമാഅത്തി ലിഗൈരി ഉദ്രിൻ, ഒഴിവ് കഴിവില്ലാതെ, ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാരണങ്ങളില്ലാതെ ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കുക, ആ ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കുക. പണ്ഡിതന്മാർ പറയുകയാണ്, സ്വലാത്തുൽ ജമാഅത്തി ഫർദു ഐനിൻ അലൽ റിജാലിൽ മുകല്ലഫീനൽ ഖാദിരീൻ. ജമാഅത്ത് നമസ്കാരം എന്നുള്ളത് അത് ഒരു പുരുഷനായ, ഒരു പ്രായപൂർത്തിയായ പുരുഷൻ, അതുപോലെ കഴിവുള്ള ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ നിർബന്ധ ബാധ്യതയാണ് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഇത് നാം ഇങ്ങനെ തന്നെ അതിന്റെ തെളിവുകൾ സഹിതം പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ സ്വലാത്തുൽ ജമാഅ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം
ജമാഅത്ത് നമസ്കാരം വാജിബാണ് എന്നതിനുള്ള തെളിവുകൾ അവർ പറയുന്നതായി കാണാം. ഒന്നാമത്തെ തെളിവ് എന്താണ്? അമറല്ലാഹു ബിസ്സലാത്തി മഅൽ മുസല്ലീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മളോട് നമസ്കരിക്കാൻ കൽപ്പിക്കുന്നത് എങ്ങനെയാണ്? വഅഖീമുസ്സലാത വആതുസ്സകാത വർകഉ മഅർ റാകിഈൻ. എന്നിട്ട് പറയുന്നു വർകഉ, നിങ്ങൾ റുകൂഅ് ചെയ്യണം. ആരുടെ കൂടെ? മഅർ റാകിഈൻ, റുകൂഅ് ചെയ്യുന്നവരുടെ കൂടെ. അഥവാ ഒറ്റയ്ക്ക് നമസ്കരിക്കണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്, മറിച്ച് ജമാഅത്ത് നമസ്കരിക്കുന്ന ആളുകളുടെ കൂടെ നമസ്കരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരു ദീർഘമേറിയ ഒരു ആയത്തുണ്ട്. ആ ആയത്തിലെ വിഷയം എന്താണ്? യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നമസ്കരിക്കേണ്ട രൂപമാണ് ആ ആയത്തിൽ പഠിപ്പിക്കുന്നത്. ആ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ പോലും ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കാനല്ല അള്ളാഹു പറയുന്നത്, മറിച്ച് യുദ്ധത്തിന്റെ അവസരത്തിൽ പോലും ജമാഅത്തായിക്കൊണ്ട് നമസ്കരിക്കണം. അതിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളുണ്ട്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. 6 രൂപങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതായി കാണാം. അതുകൊണ്ട് പണ്ഡിതന്മാർ എന്നിട്ട് പറയുന്നതായി കാണാം, സ്വലാത്തുൽ ജമാഅ, ജമാഅത്ത് നമസ്കാരം അത് സുന്നത്തായിരുന്നുവെങ്കിൽ യുദ്ധത്തിന്റെ സമയത്ത് അത് സുന്നത്താക്കപ്പെടുമായിരുന്നു. കാരണം അത്രയും ഭീതിതമായ ഒരു സന്ദർഭമാണ് യുദ്ധമുഖം എന്ന് പറയുന്നത്. ആ സന്ദർഭത്തിൽ പോലും ജമാഅത്ത് നമസ്കാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിയമമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജമാഅത്ത് നമസ്കാരം ഫർദു കിഫായയാണെങ്കിൽ, ഫർദു കിഫായ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ആളുകൾ ചെയ്താൽ മതി, എന്നാൽ ബാക്കിയുള്ളവരുടെ കുറ്റം ഒഴിവാകുന്ന ഫർദിനാണെന്ന് പറയുക, ഫർദു കിഫായ എന്ന് പറയുക. അങ്ങനെ ജമാഅത്ത് നമസ്കാരം ഫർദു കിഫായ ആയിരുന്നുവെങ്കിൽ ആ യുദ്ധത്തിൽ കുറച്ച് ആളുകൾ ജമാഅത്ത് നിസ്കരിക്കുകയും ബാക്കിയുള്ളവരൊക്കെ ഒറ്റയ്ക്ക് നമസ്കരിച്ചാൽ മതിയാകുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാവരും ജമാഅത്തായിക്കൊണ്ട് തന്നെ നമസ്കരിക്കുന്ന രൂപമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മെ അറിയിക്കുന്നത് എന്താണ്? ജമാഅത്ത് നമസ്കാരം അത് നിർബന്ധമാണ് എന്നുള്ള തെളിവുകൾ തന്നെയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റസൂലിന്റെ അടുക്കൽ ചില സഹാബത്ത് അവർ റസൂലിന്റെ അടുക്കൽ വരികയാണ്. അങ്ങനെ അവർ ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് റസൂലിന്റെ അടുക്കൽ 20 ദിവസം അവർ താമസിക്കുകയുണ്ടായി. അങ്ങനെ അവർ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുന്നുണ്ട്, വഅല്ലിമൂഹും, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പോയതിനു ശേഷം അവരെ നിങ്ങൾ ഇസ്ലാമിന്റെ ദീനിന്റെ നിയമങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. വസല്ലു, നിങ്ങൾ എന്താക്കണം? നമസ്കരിക്കണം. ഫഇദാ ഹദറത്തിസ് സ്വലാത്തു ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും വലിയഉമ്മക്കും അക്ബറുക്കും. നമസ്കാരത്തിന്റെ സമയമായാൽ നിങ്ങളിൽ ഒരാൾ ബാങ്ക് കൊടുക്കുകയും നിങ്ങളിൽ പ്രായം കൊണ്ട് ഏറ്റവും മുതിർന്ന ആൾ ഇമാമ നിൽക്കുകയും ചെയ്യുക എന്ന് അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നോക്കൂ, അവരോട് എന്താണ് പറയുന്നത്? ഒറ്റയ്ക്ക് നമസ്കരിക്കാനല്ല, മറിച്ച് ജമാഅത്തായിക്കൊണ്ട് തന്നെ നിങ്ങൾ നമസ്കരിക്കണം എന്നുള്ള കൽപ്പനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്താണ്? നിങ്ങളിൽ ഏറ്റവും പ്രായമുള്ളവർ ഇമാമ നിൽക്കണമെന്നാണ്. എന്നാൽ മറ്റ് ഹദീസുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഖുർആൻ ഏറ്റവും നന്നായി അറിയുന്നവർ, നിങ്ങളിൽ ഏറ്റവും നന്നായി ഖുർആൻ അറിയുന്നവർ അവരാണ് ഇമാമ നിൽക്കേണ്ടത് എന്ന് മറ്റുള്ള ഹദീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. എന്നാൽ ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അവരെല്ലാവരും മുസ്ലിമീങ്ങളായവരാണ്. അവർ റസൂലിന്റെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച് 20 ദിവസം റസൂലിന്റെ അടുക്കൽ നിന്ന് പഠിച്ചവരാണ്. അപ്പോൾ അവർ ഖുർആൻ പഠിച്ചതെല്ലാം ഒരേപോലെയാണ്. അപ്പോൾ എല്ലാവരും ഒരേ രൂപത്തിലാണ് ഖുർആൻ പഠിച്ചതെങ്കിൽ പിന്നീട് അവരിൽ മുന്തിക്കേണ്ടത് ആരെയാണ്? പ്രായത്തിൽ മുതിർന്നവരെയാണ്. അതുകൊണ്ടാണ് അവരോട് അപ്രകാരം പറഞ്ഞിട്ടുള്ളത് എന്ന് ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ് എന്നറിയിക്കുന്ന മറ്റൊരു തെളിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവരെ തന്നെയാണ് സത്യം. ലഖദ് ഹമംതു അൻ ആമുറ ബിഹതബിൻ യുഹ്തതബ്, കുറേ വറകുകൾ ശേഖരിക്കുവാനും, ثم آمر بالصلاة فيؤذن لها, തുടർന്ന് നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കുവാനും ആ നമസ്കാരത്തിന് വേണ്ടി കൽപ്പിക്കുവാനും, ثم آمر رجلا فيؤم الناس, എന്നിട്ട് ജനങ്ങളിൽ ഒരാളെ ഇമാമായി നിർത്തുവാനും, ثم أخالف إلى رجال فأحرق عليهم بيوتهم, എന്നിട്ട് നമസ്കാരത്തിന് ജമാഅത്ത് നമസ്കാരത്തിന് സന്നിഹിതരാകാത്ത ആളുകൾ അവരുടെ വീടുകളിലേക്ക് ചെന്ന് ഞാൻ അവരെ ചുട്ടുകരിച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ കരുതുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഈ തെളിവ് അത് ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ് എന്നതിനെ അറിയിക്കുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണേ സത്യം,
ലൗ യഅലമു അഹദുക്കും, ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് വരാതെ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ, അന്നഹു യജിദു അർഖൻ സമീനൻ, അവർക്ക് ഒരു എല്ലിന്റെ കഷ്ണം അഥവാ മാംസങ്ങളൊന്നുമില്ലാത്ത, മാംസത്തിന്റെ അല്പം ചില ഭാഗങ്ങളൊക്കെയുള്ള തടിച്ച എല്ലിന്റെ കഷ്ണം, അതല്ലെങ്കിൽ ഔ മിർമാതൈനി ഹസനതൈനി, അതല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ 2 കുളമ്പുകൾ, അതൊക്കെ അവർക്ക് ലഭിക്കും എന്നറിഞ്ഞിരുന്നുവെങ്കിൽ ലശഹിദൽ ഇശാ, അവർ ഇശാ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ വരുമായിരുന്നു. അഥവാ പള്ളിയിൽ എന്തുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഇന്ന പള്ളിയിൽ വരുന്ന ആളുകൾക്ക് ദുനിയാവിലെ ഇന്ന വിഭവങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ഇശാ നമസ്കാരത്തിന് വരുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. അഥവാ ദുനിയാവിലെ കേവലം തുച്ഛമായ വിഭവങ്ങൾക്കാണ് അവർ പ്രാമുഖ്യവും കൊടുക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ജമാഅത്ത് നമസ്കാരം അത് നിർബന്ധമാണ് എന്നറിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തെളിവാണ് അന്ധനായ ഒരു സഹാബി റസൂലിന്റെ അടുക്കൽ വന്ന് ധാരാളം കാരണങ്ങൾ നിരത്തുകയാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഒരു ഹദീസിൽ കാണാം, ഇന്നഹു ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് എന്നെ കൊണ്ടുവരുന്ന ഒരാൾ എനിക്കില്ല, പള്ളിയിലേക്ക് എന്നെ കൊണ്ടുവരാൻ വഴി കാണിച്ചു നൽകുന്ന ഒരാൾ എനിക്കില്ല. അങ്ങനെയുള്ള എനിക്ക് ഞാൻ വീട്ടിൽ വെച്ച് നമസ്കരിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്ധനായ ആ വ്യക്തി അനുവാദം ചോദിക്കുകയാണ്. റസൂൽ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തു. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ റസൂൽ അദ്ദേഹത്തെ ഒന്നുകൂടി വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഹൽ തസ്മഉ നിദാഅ ബിസ്സലാ, നമസ്കാരത്തിനുള്ള വിളി, ബാങ്ക് താങ്കൾ കേൾക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നഅം, ബാങ്ക് ഞാൻ കേൾക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഫഅജിബ്, എങ്കിൽ നീ അതിന് ഉത്തരം നൽകേണ്ടതുണ്ട്. അതുപോലെ മഹാനായ ഉമ്മു മക്തൂം, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഇന്നി റജുലുൻ വരീറുൽ ബസർ, റസൂലേ ഞാൻ അന്ധനായ വ്യക്തിയാണ്, ശാസിഉദ് ദാർ, എന്റെ വീട് പള്ളിയിൽ നിന്ന് ധാരാളം അകലെയാണ്, ദൂരെയാണ്, വലി ഖായിദുൻ ലാ യുലായിമുനി, ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്തെല്ലാം എന്നെ പള്ളിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു വഴികാട്ടി, ഒരു സഹായി എനിക്കില്ല. എന്നിട്ട് അദ്ദേഹം റസൂലിനോട് ചോദിക്കുന്നത് എന്താണ്? ഞാൻ വീട്ടിൽ വെച്ച് നമസ്കരിച്ചു കൊള്ളട്ടെ എന്നതാണ്. റസൂൽ അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്നു, ഹൽ തസ്മഉ നിദാ, നീ ബാങ്ക് കേൾക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നഅം. റസൂൽ പറയുകയാണ്, ലാ അജിദു ലക റുഖ്സതൻ, അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഞാൻ ഇളവ് കാണുന്നില്ല എന്ന് അദ്ദേഹത്തോട് മറുപടി കൊടുക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നൽ മദീനത കസീറത്തുൽ ഹവാമി വസ്സിബാ, മദീന അവിടെ ധാരാളം ഇഴജന്തുക്കൾ അതല്ലെങ്കിൽ മറ്റുള്ള ജീവികളൊക്കെയുണ്ട്, ഞാൻ വരുന്ന വഴിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയുണ്ട്, എനിക്ക് ഇളവുണ്ടോ എന്ന് അദ്ദേഹം റസൂലിനോട് ചോദിക്കുകയാണ്. റസൂൽ ചോദിച്ചു, ഹൽ തസ്മഉ ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ് എന്ന വാക്യം, എന്ന ഇമാമിന്റെ മുഅദ്ദിനിന്റെ വിളി താങ്കൾ കേൾക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നഅം, അങ്ങനെയാണെങ്കിൽ താങ്കൾ പള്ളിയിലേക്ക് വരേണ്ടതുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് മറുപടി നൽകുന്നത്. അതുകൊണ്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുകയാണ്, അദ്ദേഹം ധാരാളം കാരണങ്ങൾ നിരത്തിയിട്ടും ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ അന്ധനായ ആ സഹാബിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇളവ് കൊടുക്കുന്നില്ല. 6ഓളം കാരണങ്ങൾ അദ്ദേഹം നിരത്തി. ഒന്നും അതൊരു പരിഗണിക്കപ്പെടുന്ന ഒരു കാരണമായി അവിടുന്ന് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ആരോഗ്യമുള്ളവർ, പള്ളിയിലേക്ക് വരാൻ കഴിവുള്ളവർ, കാഴ്ചയുള്ളവർ, വാഹനമുള്ളവർ, സൗകര്യങ്ങളുള്ളവർ, അങ്ങനെയുള്ള നമുക്കൊക്കെ എന്ത് ഇളവാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭിക്കുക? ഒരിക്കലും അതിനുള്ള ഒരു ന്യായം നമുക്ക് പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് ജമാഅത്ത് നമസ്കാരം പാഴാക്കുക എന്നുള്ളത് അത് വളരെ ഗുരുതരമായ ഒരു തെറ്റായിക്കൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സമിഅ നിദാഅ ഫലം യഅതിഹി ഫലാ സ്വലാത ലഹു ഇല്ലാ മിൻ ഉദ്രിൻ, ഒരാൾ ബാങ്ക് കേട്ടു, പള്ളിയിൽ നിന്നുള്ള വിളി കേട്ടു, എന്നിട്ട് അവൻ നമസ്കാരത്തിന് വരുന്നില്ല എങ്കിൽ അവന് ദീനിൽ അനുവദിക്കപ്പെട്ട ന്യായങ്ങൾ, ഉദ്റുകളൊന്നും അവനില്ല, എന്നിട്ടും അവൻ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരുന്നില്ലെങ്കിൽ അവന് നമസ്കാരമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. എന്തിനധികം ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഒരു വ്യക്തി അവൻ ഒഴിവ് കഴിവില്ലാതെ, പുരുഷനായ ഒരു വ്യക്തി, പുരുഷന്മാരെ സംബന്ധിച്ചാണ് നാം പറയുന്നത്, അവൻ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാതെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ശരിയായ അഭിപ്രായം, അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടും, പക്ഷേ അള്ളാഹുവിന്റെ പക്കൽ അതിലുള്ള തിന്മ, ആ കുറ്റം, അത് അവന് രേഖപ്പെടുത്തപ്പെടുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അതുപോലെ തന്നെ നമസ്കാരം, ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് അത് മുനാഫിക്കുകളുടെ അടയാളമാണ്. നിഫാഖ് രണ്ട് രൂപത്തിലുണ്ട്. നിഫാഖുൻ ഇഅ്തിഖാദിയുൻ, വിശ്വാസത്തിലുള്ള നിഫാഖുണ്ട്, കാപട്യം. അതുപോലെ നിഫാഖുൻ അമലിയുൻ, പ്രവർത്തനത്തിലുള്ള നിഫാഖുണ്ട്. ഏതുപോലെ? വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക, അതൊക്കെ മുനാഫിക്കുകളുടെ അടയാളമായി റസൂലുള്ളാഹി പറഞ്ഞത്. അത് പ്രവർത്തനത്തിലുള്ള നിഫാഖാണ്. അതുപോലെ പ്രവർത്തനത്തിലുള്ള നിഫാഖിന്റെ അടയാളമാണെന്ത്? ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാതിരിക്കുക, അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, മൻ ശർറഹു അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ, ആരെങ്കിലും നാളെ അന്ത്യനാളിൽ അല്ലാഹുവിനെ മുസ്ലിമായി കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയുഹാഫിദ് അലാ ഹഉലാഇ സ്വലവാതി ഹൈസു യുനാദി ബിഹിൻ, അവൻ ഈ നമസ്കാരങ്ങൾ, ആ നമസ്കാരങ്ങൾക്ക് വേണ്ടി എവിടെ നിന്നാണോ അത് വിളിക്കപ്പെടുന്നത് ആ സ്ഥലങ്ങളിൽ വെച്ച് തന്നെ അവ കൃത്യമായി അവൻ നിർവഹിച്ചു കൊള്ളട്ടെ. അഥവാ പള്ളികളിൽ വെച്ച് ആ നമസ്കാരം അവൻ നിർവഹിച്ചു കൊള്ളട്ടെ എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഫഇന്നല്ലാഹ ശറഅ ലിനബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ സുനനൽ ഹുദാ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ നബിക്ക് അവിടുന്ന് സന്മാർഗത്തിന്റെ ചര്യകൾ അവിടുന്ന് മതനിയമമായി നിശ്ചയിച്ചിട്ടുണ്ട്. വഇന്ന മിൻ സുനനിൽ ഹുദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ സന്മാർഗ ചര്യയിൽപ്പെട്ടതാണ് പള്ളികളിൽ വെച്ച് എവിടെ നിന്നാണോ നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെടുന്നത് അവിടെ പോയി നമസ്കരിക്കുക എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലൗ അന്നകും സല്ലൈതും ഫീ ബുയൂതികും കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫു ഫീ ബൈതിഹി, നമസ്കാരത്തിന് വരാതെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന ആളുകൾ അവരെ പോലെ നിങ്ങൾ നമസ്കരിക്കുകയാണെങ്കിൽ ലതറക്തും സുന്നത നബിയിക്കും, നിങ്ങൾ നിങ്ങളുടെ നബിയുടെ സുന്നത്തിനെ നിങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു, ഉപേക്ഷിച്ചിരിക്കുന്നു. വലൗ തറക്തും സുന്നത നബിയിക്കും ലളൽതും, നിങ്ങളുടെ നബിയുടെ സുന്നത്തിനെ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ വഴിപിഴച്ചു പോകുന്നതാണ്, നിങ്ങൾ വഴിപിഴച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം അവിടുന്ന് പറഞ്ഞതായി കാണാം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്, കാപട്യമുള്ളവൻ, കാപട്യം നിഫാഖ് അറിയപ്പെട്ട വ്യക്തി, അത്തരത്തിലുള്ള ആളുകളാണ് നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നാണ് സഹാബികൾ, അവരൊക്കെ അങ്ങനെയാണ് കണ്ടിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലഖദ് കാന الرجل يؤتى به يهادى بين الرجلين حتى يقام في الصف, അദ്ദേഹം പറയുകയാണ്, രോഗിയായ ഒരാളെ സഹാബത്തിന്റെ കാലത്ത് അവർ രോഗിയായ ഒരാൾ അവർ രണ്ടുപേരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ജമാഅത്ത് നമസ്കാരത്തിൽ അവർ വന്നിരുന്നു, സഫിലേക്ക് അവർ വന്നിരുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യം അത് പുരുഷന്മാരായ ആളുകൾ അവർ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മുടെ സലഫുകൾ, മുൻഗാമികൾ, അവർ ഈ വിഷയത്തിൽ നമുക്ക് അങ്ങേയറ്റം മാതൃകയുള്ളവരാണ്. നമുക്ക് കാണാൻ കഴിയും, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ തന്റെ തോട്ടത്തിലേക്ക് പോയി, തന്റെ ഈത്തപ്പഴത്തിന്റെ തോട്ടത്തിലേക്ക് അദ്ദേഹം പോയി. അങ്ങനെ തിരിച്ച് മടങ്ങി വന്ന സന്ദർഭത്തിൽ ജനങ്ങളൊക്കെ അസ്ർ നമസ്കരിച്ച് അവർ ജമാഅത്ത് നമസ്കരിച്ച് കഴിഞ്ഞ് പിരിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാം ഈ വാക്ക് എപ്പോഴാണ് പറയാറുള്ളത്? ആരെങ്കിലും മരിച്ചു എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ പറയാറുള്ളത്. അദ്ദേഹം പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഫാതത്നി സ്വലാത്തുൽ അസ്രി ഫിൽ ജമാഅ, എനിക്ക് അസ്ർ നമസ്കാരം അത് ജമാഅത്തോടുകൂടി അതെനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ വില കൂടിയ ഈത്തപ്പഴത്തോട്ടം അത് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി അദ്ദേഹം സ്വതക്കയായി നൽകുകയാണ്. കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള ആ തെറ്റിന്റെ പ്രായശ്ചിത്തം എന്നോണം അദ്ദേഹം അത് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി അത് സ്വതക്ക നൽകി എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മഹാനായ ഇബ്നു ഉമർ അദ്ദേഹത്തിന് ഒരു ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടാൽ സാമ യൗമൻ വഅഹ്യാ ലൈലതൻ വഅഅതഖ റഖബതൻ, അദ്ദേഹം ഒരു പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുകയും രാത്രി മുഴുവൻ നമസ്കരിക്കുകയും ഒരടിമയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ മോചിപ്പിക്കുകയും ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹം ചെയ്തിട്ടുള്ള ആ തെറ്റിന്റെ ഗൗരവം അത് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയത് കാരണത്താൽ അതിന് പ്രായശ്ചിത്തം എന്നോണം അദ്ദേഹം ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. നന്മകൾ അത് തിന്മകളെ മായ്ച്ചു കളയും എന്നുള്ളതാണ്. അതുകൊണ്ട് ആ തെറ്റിന്റെ ഒരു പ്രായശ്ചിത്തം എന്നോണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, നന്മകൾ അവർ അതിന് പിറകെ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഹാത്തിമുൽ അസം റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന് ഒരിക്കൽ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു. അങ്ങനെ ഫഗസാനി അബൂ ഇസ്ഹാഖ് അൽ ബുഖാരി, അങ്ങനെ അദ്ദേഹം ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ട് അദ്ദേഹം വിഷമിച്ചിരിക്കുകയാണ്.
ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ കടന്നു വന്നതാരാണ്? അബൂ ഇസ്ഹാഖ് അൽ ബുഖാരി എന്നവർ മാത്രമേ അദ്ദേഹം ഹാത്തിമുൽ അസമിന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വലൗ മാതലി വലദുൻ, എന്റെ ഒരു മകനാണ് മരിച്ചിരുന്നതെങ്കിൽ 10,000 ആളുകൾ എന്നെ വന്ന് സമാശ്വസിപ്പിക്കുമായിരുന്നു. കാരണം അദ്ദേഹം പറയുകയാണ്, ലിഅന്ന മുസീബത്തദ്ദീനി ഇൻദന്നാസി അഹ്വനു മിൻ മുസീബത്തിദ്ദുനിയ, കാരണം ജനങ്ങളുടെ അടുക്കൽ ദുനിയാവിലെ വിപത്താണ് വലുതായിട്ടുള്ളത്, ദീനിനെ ബാധിക്കുന്ന വിപത്ത് അവരുടെ അടുക്കൽ നിസ്സാരമാണ്. അപ്പോൾ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടപ്പോൾ എന്റെ അടുക്കൽ വന്ന് എന്നെ ആശ്വസിപ്പിച്ചത് ഒരാൾ മാത്രമാണ്. അപ്പോൾ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടുക എന്നുള്ളത് അതൊരു മുസീബത്തായി, അതൊരു വിപത്തായി കൊണ്ടാണ് സലഫുകൾ കണ്ടിരുന്നത് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക. ഇനി പണ്ഡിതന്മാർ അതിന്റെ കൂടെ ചേർത്ത് പറയുകയാണ്, അത്തഖല്ലുഫു അൻ സ്വലാത്തൈ അസ്സുബ്ഹി വൽ ഇശാ, ഇശാ നമസ്കാരത്തിൽ നിന്നും സുബ്ഹ് നമസ്കാരത്തിൽ നിന്നും അതിൽ നിന്ന് മാറി നിൽക്കുക, ആ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന അസ്ഖല സ്വലാത്തിൻ അലൽ മുനാഫിഖീൻ സ്വലാത്തുൽ ഇശാഇ വസ്വലാത്തുൽ ഫജ്ർ. ഈ രണ്ട് നമസ്കാരങ്ങൾ, ഇശാ നമസ്കാരവും സുബ്ഹ് നമസ്കാരവുമാണ് മുനാഫിക്കുകൾക്ക് ഏറ്റവും ഭാരമുള്ള നമസ്കാരം. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, വലൗ യഅലമൂന മാ ഫീഹിമ ലഅതൗഹുമ വലൗ ഹബ്വൻ. ആ രണ്ട് നമസ്കാരങ്ങൾക്കുമുള്ള പ്രതിഫലത്തെക്കുറിച്ച് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ മുട്ടിൽ ഇഴഞ്ഞുകൊണ്ടെങ്കിലും ആ നമസ്കാരത്തിൽ അവർ പങ്കെടുക്കാൻ, ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ അവർ വരുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. മഹാനായ ഇബ്നു ഉമർ അദ്ദേഹം പറയുകയാണ്, കുന്നാ ഇദാ ഫഖദ്നൽ ഇൻസാന ഫീ സ്വലാത്തി സുബ്ഹി വൽ ഇശാ അസഅനാ ബിഹി ളൻ. സുബ്ഹ് നമസ്കാരത്തിനും ഇശാ നമസ്കാരത്തിനും പങ്കെടുക്കാത്ത ആളുകൾ, അതിൽ ആരെങ്കിലും ഇല്ലാതായാൽ ഞങ്ങൾ അവരെക്കുറിച്ച് മോശം വിചാരിക്കുമായിരുന്നു. കാരണം അതിൽ പങ്കെടുക്കാത്ത ആളുകൾ ആരാണ്? അവർ മുനാഫിക്കുകളാണ്. അവന്റെ ഇസ്ലാമിൽ ഞങ്ങൾക്ക് സംശയമുണ്ടാകുമായിരുന്നു എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നമസ്കരിച്ചു. അങ്ങനെ പള്ളിയിൽ ആളുകളുടെ എണ്ണം കുറവാണ്. ആ സമയത്ത് ഉബയ്യ് ഇബ്നു കഅബിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അശഹിദ ഫുലാനുനി സ്വലാ. ഓരോ ആളുകളെ കുറിച്ച് ചോദിക്കുകയാണ്, ഇന്ന വ്യക്തി നമസ്കാരത്തിൽ വന്നിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു ഇല്ല. അങ്ങനെ ഓരോ ആളുകളെ കുറിച്ച് ചോദിക്കുകയാണ്, അദ്ദേഹം മറുപടി പറയുന്നു ഇല്ല. ഈ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഹാതൈനി സ്വലാതൈനി മിൻ അസ്ഖലി സ്വലാത്തി അലൽ മുനാഫിഖീൻ. മുനാഫിക്കുകൾക്ക് ഏറ്റവും ഭാരമുള്ള, പ്രയാസമുള്ള രണ്ട് നമസ്കാരങ്ങളാണ് സുബ്ഹ് നമസ്കാരവും ഇശാ നമസ്കാരവും എന്ന് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് ഈ രണ്ട് നമസ്കാരങ്ങളുടെ കാര്യം അങ്ങേയറ്റം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിഫാഖുൻ അമലി, അത് നമ്മിലേക്ക് കടന്നു വരാനുള്ള ഒരു മാർഗമാണിത്. നിഫാഖിന്റെ ഒരു അടയാളമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. മഹാനായ ഇബ്രാഹിം അന്നഖഇ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. ജമാഅത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുകയാണ്, ഒരു വ്യക്തിയുടെ വീട് അത് പള്ളിയുടെ അടുത്താണ്, അവൻ പള്ളിയുടെ ചാരത്താണ് താമസിക്കുന്നത്, എന്നിട്ടും ജമാഅത്ത് നമസ്കാരത്തിൽ അവനെ കാണുന്നില്ല എങ്കിൽ അത് നിഫാഖിന്റെ അടയാളമായി അത് മതിയായതാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ഇശാ നമസ്കാരവും സുബ്ഹ് നമസ്കാരവും നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ജമാഅത്തായി നമസ്കരിക്കുന്നവർക്കുള്ള പ്രതിഫലം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സല്ലൽ ഇശാ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ. ആരെങ്കിലും ഇശാ നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ അവൻ രാത്രിയുടെ പകുതി നമസ്കരിച്ചവന്റെ പ്രതിഫലമാണ്. വമൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലഹു. ഒരു വ്യക്തി സുബ്ഹ് നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട നമസ്കാരമാണ് ഈ രണ്ട് നമസ്കാരങ്ങൾ. ഈ രണ്ട് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവൻ സ്വാഭാവികമായും മറ്റ് നമസ്കാരങ്ങളുടെ കാര്യത്തിലും അവന് ശ്രദ്ധയുണ്ടാകുന്നതാണ്. അതുപോലെ ഈ രണ്ട് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന ആളുകൾ, അവർക്ക് റസൂലുള്ളാഹി പ്രത്യേകം പുണ്യം അറിയിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ബശ്ശിരിൽ മശ്ശാഇന ഫി ദുലം ഇലൽ മസാജിദ്. രാത്രിയുടെ ഇരുളിൽ പള്ളികളിലേക്ക് പോകുന്ന ആളുകൾ, അവർക്ക് നാളെ ഖിയാമത്ത് നാളിൽ പ്രകാശമുണ്ടാകും. ബിന്നൂരി താമി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അവർക്ക് അത് പ്രകാശമായിരിക്കും. അല്ലെ, സുബ്ഹ് നമസ്കാരവും ഇശാ നമസ്കാരവും എന്നത് അത് രാത്രിയുടെ ഇരുളിൽ നാം പള്ളിയിലേക്ക് നടന്നു പോകുന്ന സമയമാണ്. അങ്ങനെ പോകുന്ന ആളുകൾക്ക് അത് ഖിയാമത്ത് നാളിൽ അത് പ്രകാശമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്.
ഇനി അടുത്തതായി പണ്ഡിതന്മാർ പറയുകയാണ് അത്തഖല്ലുഫു അൻ തക്ബീറത്തുൽ ഇഹ്റാം. ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യം നാം പറഞ്ഞു. ഇനി ജമാഅത്തിന് വരുന്ന ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കാൻ നാം എന്താക്കണം? പരിശ്രമിക്കണം. തക്ബീറത്തുൽ ഇഹ്റാമിൽ നിന്ന് വൈകി വരിക എന്നുള്ളത് അത് നമസ്കാരക്കാർക്ക് സംഭവിക്കാവുന്ന ഒരു പിഴവായി, ഒരു അബദ്ധമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സല്ലല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅത്തിൻ യുദ്രികു തക്ബീറത്തുൽ ഊല. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി 40 ദിവസം ജമാഅത്തായി നമസ്കരിക്കുകയാണ്. എങ്ങനെയാണ് നമസ്കരിക്കുന്നത്? ആ 40 ദിവസവും അവര് തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്നുണ്ട്, ഒന്നാമത്തെ തക്ബീർ ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുതിബത് ലഹു ബറാഅതൻ. റസൂലുള്ളാഹി പറയുകയാണ്, അവന് 2 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു അവന് മോചനം നൽകുന്നതാണ്. 2 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു അവന് സംരക്ഷണം നൽകുന്നതാണ്. ഒന്നാമത്തേത് ബറാഅത്തും മിനന്നാർ, രണ്ടാമത്തേത് വബറാഅത്തും മിനൻ നിഫാഖ്. ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനവും രണ്ടാമത്തേത് നിഫാഖിൽ നിന്നുള്ള മോചനവും അള്ളാഹു അവന് നൽകുന്നതാണ്. അതുകൊണ്ട് 40 ദിവസം തുടർച്ചയായി എല്ലാ വക്തിനും ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുക എന്നുള്ളത് അത് വളരെ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ട കാര്യമാണ്. പറയുന്ന ഞാനും കേൾക്കുന്ന നാം ഓരോരുത്തരും ഈ വിഷയത്തിൽ അങ്ങേയറ്റം ജാഗ്രതയും നമ്മൾ സ്വന്തത്തോട് തന്നെ ജിഹാദ് ചെയ്യേണ്ട ഒരു മേഖലയാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം. ജമാഅത്ത് നമസ്കാരത്തിന് വരുന്നവർ അവർ ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കണം. അങ്ങനെയുള്ളവർക്ക് 2 കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നരകത്തിൽ നിന്നുള്ള മോചനവും നിഫാഖിൽ നിന്നുള്ള മോചനവും. ഈ 2 കാര്യത്തിൽ നിന്നും അവർക്ക് സംരക്ഷണം ലഭിക്കുന്നതാണ് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ബാങ്ക് കേട്ട ഉടനെ ആ നമസ്കാരത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കണം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണ്, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി. റസൂലുള്ളാഹി തന്റെ കുടുംബത്തെ സഹായിക്കുമായിരുന്നു, വീട്ടുജോലികളിൽ സഹായിക്കുമായിരുന്നു. അവിടുത്തെ പാല് കറന്നു കൊടുക്കുവാൻ, അതുപോലെയുള്ള വീട്ടിലെ മറ്റു പണികളിൽ ജോലികളിലൊക്കെ റസൂലുള്ളാഹി സഹായിക്കുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഫഇദാ ഹദറത്തിസ് സ്വലാത്തു ഖറജ ഇലസ് സ്വലാ. നിസ്കാരത്തിന്റെ സമയമായാൽ റസൂലുള്ളാഹി പള്ളികളിലേക്ക് പോകും എന്ന് അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ബാങ്ക് വിളിക്കപ്പെട്ടാൽ പിന്നീട് നമുക്ക് മറ്റ് ആലോചനകളൊന്നും വേണ്ടതില്ല. നമ്മുടെ പണികൾ അവിടെ നിർത്തിവെക്കുക, ദുനിയാവിന്റെ തിരക്കുകൾ നിർത്തിവെക്കുക. എന്നിട്ട് നമസ്കാരത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. അതിനുള്ള സമയമേ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ളൂ. ഒന്ന് വൃത്തിയായി ശുദ്ധിയായി ഉദുവെടുത്ത് പള്ളിയിലേക്ക് പോയി 2 റക്അത്ത് നമസ്കരിച്ച് അതിനുള്ള സമയമേ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ളൂ. അതുകൊണ്ട് തന്നെ സലഫുകൾ അവരെ കുറിച്ച് പറഞ്ഞതായി കാണാം. അവരിൽ ചില ആളുകൾ സ്വർണത്തിന്റെ വെള്ളിയുടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അങ്ങനെ അവർ അവരുടെ ആയുധങ്ങൾ അത് കയ്യിലായിരിക്കെ അവർ ബാങ്ക് കേട്ടാൽ എന്ത് ചെയ്യും? ആ ആയുധം അവർ നിലത്ത് വെക്കും, പിന്നീട് അത് എടുക്കുകയില്ല. പിന്നീട് അവർ പള്ളിയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളിലായിരിക്കും എന്ന് അവരുടെ ചരിത്രം രേഖപ്പെടുത്തിയ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മഹാനായ സഈദ് ബിനുൽ മുസയ്യിബ്, മഹാനായ താബിഇയാണ്, അദ്ദേഹം പറയുന്നു, മാ ഫാതത്നി സ്വലാത്തു ഫീ ജമാഅത്തിൻ മുൻദു 40 സന. ജമാഅത്ത് നമസ്കാരത്തെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, 40 കൊല്ലമായി എനിക്ക് ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല. അതുപോലെ അദ്ദേഹം പറയുകയാണ്, മാ ഫാതത്നി തക്ബീറത്തുൽ ഊല മുൻദു 50 സന. 50 വർഷമായി എനിക്ക് തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറയുന്നു, മാ നദർതു ഇലാ ഖഫാ റജുലിൻ ഫി സ്വലാത്തി മുൻദു 50 സന. അയാളുടെ പിരടിയിലേക്ക് എനിക്ക് നോക്കേണ്ടി വന്നിട്ടില്ല 50 കൊല്ലമായിട്ട്. അഥവാ അദ്ദേഹം എപ്പോഴും 1-ാമത്തെ സഫിലായിരുന്നു. 2-ാമത്തെ സഫിൽ നിൽക്കുന്ന ആളുകളാണെന്ത്? മുൻപിലുള്ള ആളുകളുടെ പിരടി കാണുക. അപ്പൊ അദ്ദേഹം പറയുകയാണ്, 50 കൊല്ലമായി എനിക്ക് തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടിട്ടില്ല. 50 കൊല്ലമായി മറ്റൊരാളുടെ പിരടി എനിക്ക് നോക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം 1-ാമത്തെ സഫിൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ മുൻപ് ജമാഅത്ത് നമസ്കാരത്തിൽ അദ്ദേഹം സന്നിഹിതനായിരുന്നു. അവരുടെ താല്പര്യമാണ് അത് അറിയിക്കുന്നത്. മഹാനായ റബീഅ ഇബ്നു യസീദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, മാ അദ്ദനൽ മുഅദ്ദിനു ലിസലാത്തി അദ്ദുഹ്രി മുൻദു 40 സനതൻ ഇല്ലാ വഅന ഫിൽ മസ്ജിദ്. 40 കൊല്ലമായി ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ, അദ്ദേഹം ദുഹ്റിന് ബാങ്ക് വിളിക്കുമ്പോൾ ഞാൻ അവിടെ പള്ളിയിലുണ്ടായിരിക്കും, ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇല്ല അൻ അകൂന മരീളൻ ഔ മുസാഫിറ. ഞാൻ രോഗിയോ അല്ലെങ്കിൽ
യാത്രക്കാരനോ ആയിരിക്കെ ആ സന്ദർഭത്തിൽ ഒഴികെ ബാക്കി എല്ലാ ഘട്ടത്തിലും ഞാൻ അവിടെ ഉണ്ടാകുമായിരുന്നു. അതുപോലെ മഹാനായ മുഹമ്മദ് ബിൻ സമാഅ അദ്ദേഹം പറയുകയാണ്, മകസ്തു 40 സനതൻ ലം തഫുത്നി അത്തക്ബീറത്തുൽ ഊല. 40 കൊല്ലമായി എനിക്ക് തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടിട്ടില്ല. ഇല്ല യൗമൻ വാഹിദ, ഒരു ദിവസം ഒഴികെ. ഏതാണ് ആ ദിവസം? മാതത് ഫീഹി ഉമ്മി, എന്റെ ഉമ്മ മരണപ്പെട്ട ദിവസം എനിക്ക് തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫഫാതത്നി സ്വലാത്തുൻ വാഹിദത്തുൻ ഫീ ജമാഅ, ആ ദിവസം അദ്ദേഹത്തിന് ജമാഅത്ത് നമസ്കാരവും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ട ദിവസം. അതല്ലാത്ത ബാക്കിയുള്ള 40 വർഷവും അദ്ദേഹത്തിന് ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. മഹാന ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇദാ റഅയ്ത അർ-റജുല യതഹാവനു ബിത്തക്ബീറത്തിൽ ഊല ഫഗ്സിൽ യദക മിൻ. ഒന്നാമത്തെ തക്ബീർ അത് ലഭിക്കുന്നതിൽ, ആ തക്ബീറത്തുൽ ഇഹ്റാം അത് ലഭിക്കുന്ന വിഷയത്തിൽ ഒരു അലസത കാണിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നീ കാണുകയാണെങ്കിൽ നീ അവരിൽ നിന്ന് മാറി നിന്നുകൊള്ളുക എന്ന് അദ്ദേഹം ഉപദേശിച്ചതായി കാണാം. കാരണം നന്മയിൽ മുന്നേറുന്നവർ അവർ തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുവാൻ അങ്ങേയറ്റം പരിശ്രമിക്കുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾ, ജമാഅത്ത് നമസ്കാരത്തിന് വരുന്നവർ, അവർ തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്ന രൂപത്തിൽ തന്നെ അത് കരസ്ഥമാക്കുവാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി പണ്ഡിതന്മാർ പറയുന്നു, അസ്സലാത്തു നാഫില ഫീ ഔഖാത്തിൻ നഹി ലിഗൈരി സബബിൻ. നമസ്കാരം വിലക്കപ്പെട്ട സമയങ്ങളുണ്ട്. ആ സമയത്ത് ഒരു കാരണവുമില്ലാതെ സുന്നത്ത് നമസ്കരിക്കുക. കാരണങ്ങൾ കൊണ്ടുള്ള നമസ്കാരമുണ്ട്, കാരണങ്ങൾ ഇല്ലാത്ത നമസ്കാരമുണ്ട്. അപ്പോൾ പള്ളിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് അതൊരു കാരണമാണ്, അത് 2 റക്അത്ത് നമസ്കരിക്കാനുള്ള ഒരു കാരണമാണ്. എന്നാൽ അങ്ങനെ കാരണങ്ങളൊന്നുമില്ലാതെ ഒരാൾ ഐച്ഛികമായ നമസ്കാരങ്ങൾ അത് വിലക്കപ്പെട്ട സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ഏതൊക്കെയാണ് വിലക്കപ്പെട്ട സമയങ്ങൾ? നമുക്ക് ഹദീസുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഒന്നാമത്തേത്, സുബ്ഹ് നമസ്കാരം കഴിയുന്നത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ, അതാണ് ഒന്നാമത്തെ സമയം, സൂര്യൻ ഉദിക്കുന്നത് വരെ. രണ്ടാമത്തേത്, സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ, ഒരു റുംഹ് എന്നാണ് പറയുക, കുന്തത്തിന്റെ അത്രയും ഉയരത്തിൽ പ്രകാശം വരുന്നത് വരെ, അഥവാ ഉദിച്ച് 20 മിനിറ്റ് കഴിയുന്നത് വരെ, നല്ലവണ്ണം ഉദിക്കുന്നത് വരെ. ഇതാണ് രണ്ടാമത്തെ സമയം. മൂന്നാമത്തെ സമയം, സൂര്യൻ മധ്യത്തിൽ നിൽക്കുന്ന സമയം, ആ സമയത്ത് നമസ്കരിക്കാൻ പാടില്ല. അത് പടിഞ്ഞാറോട്ട് ചാന് തുടങ്ങുമ്പോഴാണ് ദുഹ്റിന്റെ സമയം ആരംഭിക്കുന്നത്. അപ്പോൾ അത് മധ്യത്തിൽ നിൽക്കുന്ന സമയം, ആ സമയത്ത് എന്താക്കരുത്, നമസ്കരിക്കാൻ പാടില്ല. അതും വിലക്കപ്പെട്ട സമയമാണ്. നാലാമത്തേത്, അസർ നമസ്കാരം മുതൽ അസർ നമസ്കരിച്ചതിന് ശേഷം സൂര്യൻ അതിന്റെ കിരണങ്ങൾ അതിങ്ങനെ അസ്തമിക്കുന്നതിന് വേണ്ടി അന്തരീക്ഷത്തിൽ മഞ്ഞ പരക്കുന്ന സമയമുണ്ട്, മഞ്ഞ നിറം. ആ സമയം വരെ നമസ്കരിക്കാൻ പാടില്ല. പിന്നെ അസ്തമിക്കുന്ന ആ സമയം, ആ മഞ്ഞ പരക്കുന്നത് മുതൽ സൂര്യൻ അസ്തമിച്ച് കഴിയുന്നത് വരെ ഈ സമയത്തും നമസ്കരിക്കാൻ പാടില്ല. ഇതാണ് 5 സമയങ്ങൾ. ഈ സമയത്ത് ഒരു വ്യക്തിക്ക് ഐച്ഛികമായ നമസ്കാരങ്ങൾ യാതൊരു കാരണവുമില്ലാതെ നമസ്കരിക്കാൻ പാടില്ല. എന്നാൽ കാരണങ്ങളുള്ള നമസ്കാരമുണ്ട്. ഒരു വ്യക്തി പള്ളിയിലേക്ക് കയറി വന്നു, അവനെന്താക്കാം, നമസ്കരിക്കാം. അസർ നമസ്കാരത്തിന് ശേഷം ഒരു വ്യക്തി പള്ളിയിലേക്ക് കയറി വരികയാണ്, ആ വ്യക്തിക്ക് എന്താക്കാം, നമസ്കരിക്കാം. കാരണം പള്ളിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് അതൊരു കാരണമാണ്. അങ്ങനെ കാരണമുള്ള നമസ്കാരങ്ങൾ എന്താക്കാം, നിർവഹിക്കാം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, യാ ബനി അബ്ദി മനാഫ്, അബ്ദു മനാഫിന്റെ മക്കൾ, അവരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അഥവാ കഅബയുടെ അതിന്റെ ചുമതല ഉണ്ടായിരുന്നവർ അവരായിരുന്നു. അവരോട് പറയുന്നു, ലാ തംനഉ അഹദൻ ത്വാഫ ബിഹാദൽ ബൈതി വസല്ല അയ്യത സഅത്തിൻ ശാഅ മിൻ ലൈലിൻ ഔ നഹാർ. ഇവിടെ തവാഫ് ചെയ്യാൻ വരുന്ന ആളുകൾ, അതുപോലെ ഇവിടെ നമസ്കരിക്കാൻ വരുന്ന ആളുകൾ, രാത്രിയുടെയും അതുപോലെ പകലിന്റെ ഏത് സമയത്തായിക്കൊള്ളട്ടെ, അവരെ നിങ്ങൾ എന്താക്കാൻ പാടില്ല, തടയാൻ പാടില്ല. അപ്പോൾ പള്ളിയിലേക്ക് പ്രവേശിക്കുക, അപ്പോൾ അവിടെ നമസ്കരിക്കുന്ന നമസ്കാരം അത് വിലക്കപ്പെട്ട സമയത്താണെങ്കിലും നമുക്ക് എന്താക്കാം, നമസ്കരിക്കാം. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഈ വിലക്കപ്പെട്ട സമയം അത് ദീർഘമായ സമയമുണ്ട്, ചെറിയ സമയമുണ്ട്. ദീർഘമായ സമയമാണ് ഇത്, സുബ്ഹ് നമസ്കാരം കഴിഞ്ഞത് മുതൽ ഉദിക്കുന്നത് വരെ, അത് ദീർഘമായ സമയമാണ്. എന്നാൽ കുറച്ച് സമയമുണ്ട്. ഏതൊക്കെയാണ് കുറച്ച് സമയം? സൂര്യൻ മധ്യത്തിൽ നിൽക്കുന്നത്, അത് വളരെ കുറച്ച് സമയമാണ്. ആ സമയത്ത് ഇങ്ങനെയുള്ള കാരണങ്ങളുള്ള നമസ്കാരങ്ങളും എന്താക്കാൻ പാടില്ല, നിസ്കരിക്കാൻ പാടില്ല. കാരണം അത് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം,
ثلاث ساعات كان رسول الله صلى الله عليه وسلم ينهانا أن نصلي فيهن وأن نقبر فيهن موتانا. 3 സമയങ്ങൾ ആ സമയത്ത് നമസ്കരിക്കുവാനോ അതുപോലെ മയ്യത്തുകൾ ഖബറടക്കുവാനോ പാടില്ല. റസൂൽ വിലക്കിയ സമയമാണ്. ഏതൊക്കെയാണ് ആ സമയം? ഒന്നാമത്തേത്, സൂര്യൻ ഉദിച്ചതിന് ശേഷം നാം പറഞ്ഞു ഒരു 20 മിനിറ്റോളം സമയം നന്നായി ഉദിക്കുന്നത് വരെ എന്താക്കാൻ പാടില്ല, ആ സമയത്ത് നിങ്ങൾ നിസ്കരിക്കരുത്, ഖബറടക്കാൻ പാടില്ല. അതുപോലെ സൂര്യൻ മധ്യത്തിൽ നിൽക്കുന്ന സമയം, അത് പടിഞ്ഞാറോട്ടേക്ക് ചായുന്നത് വരെ, ചെരിയുന്നത് വരെ, അതെന്താണ്, വളരെ കുറച്ച് സമയമാണ്, 20 മിനിറ്റാണ് ഏകദേശം. അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കാതിരിക്കുന്ന സമയം, അസ്തമിക്കുന്ന ആ അവസാനത്തെ 20 മിനിറ്റ് സമയം, ഈ സമയങ്ങൾ ഇത് അങ്ങേയറ്റം വിലക്കപ്പെട്ട സമയമാണ്. നഹിയുൻ മുഗല്ലദ്. ഈ സമയത്ത് എന്ത് പാടില്ല? കാരണമുള്ള നമസ്കാരങ്ങളും നമസ്കരിക്കാൻ പാടില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. എന്നാൽ വിശാലമായ സമയമുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യാം? കാരണങ്ങളുള്ള നമസ്കാരം നമസ്കരിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി അസ്ർ നമസ്കാരത്തിന് ശേഷം ഒരു 5 മണിക്ക് പള്ളിയിൽ കയറി എന്ന് വിചാരിക്കുക. അവരെന്ത് ചെയ്യാം? പള്ളിയിൽ കയറിയ 2 റക്അത്ത് നമസ്കരിക്കാം. എന്നാൽ ഒരു വ്യക്തി അവൻ മഗ്രിബ് ബാങ്കിന്റെ 5 മിനിറ്റ് മുമ്പാണ് കയറി വരുന്നത്. അതെന്താണ്? അങ്ങേയറ്റം വിലക്കപ്പെട്ട സമയമാണ്. സൂര്യൻ അസ്തമിക്കുന്ന ആ സമയം, അവസാനത്തെ ആ 20 മിനിറ്റ്, ആ സമയത്ത് എന്താക്കണതില്ല? അവൻ നമസ്കരിക്കരുത്. അത് വിലക്കപ്പെട്ട സമയമാണ്. ആ സമയത്ത് കാരണങ്ങളുള്ള നമസ്കാരങ്ങളാണെങ്കിൽ പോലും അത് നമസ്കരിക്കരുത് എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. എന്താണ്? ഒരു വ്യക്തി ഈ വിലക്കപ്പെട്ട സമയത്ത് അവരെന്താക്കാം? ഫർള് നമസ്കരിക്കാം. ഒരു വ്യക്തി ഉറങ്ങിപ്പോയി, അവൻ ഉറങ്ങി, അസറിന് ശേഷം ഉറങ്ങിപ്പോയി. അവൻ എഴുന്നേൽക്കുന്നത് മഗ്രിബിന്റെ തൊട്ട് മുൻപാണ്, ഒരു 10 മിനിറ്റ് മുമ്പാണ്. അത് വിലക്കപ്പെട്ട സമയമാണ്. പക്ഷേ അവിടെ എന്താക്കണം? നിസ്കരിക്കണം. അത് ഫർള് നിസ്കാരമാണ്. ഏത് നിസ്കാരമാണ് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? സുന്നത്ത് നിസ്കാരങ്ങൾ, കാരണങ്ങളില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങൾ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. മൻ നാമ അൻ സലാത്തിൻ ഔ നസിയഹ. ഒരു വ്യക്തി ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ ആ നിസ്കാരം മറന്നുപോയി, ഫൽയുസല്ലിഹ ഇദാ ദക്കറഹ. അവൻ എപ്പോഴാണോ അത് ഓർമ്മ വരുന്നത് അപ്പോൾ അവൻ നമസ്കരിക്കട്ടെ. ആ നമസ്കാരത്തിന്റെ സമയം എന്താണ്? അതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് ഫർള് നമസ്കാരങ്ങൾ ഇത്തരത്തിൽ ഉറങ്ങിപ്പോവുകയോ മറന്നു പോവുകയോ ഒക്കെ ചെയ്താൽ അത് ഖളാ വീട്ടുന്നത് എന്തല്ല, ഈ സമയത്ത് പെടുകയില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.